ഹലോ കുട്ടുമണീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതേ ഇന്ന് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യോ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹാഫ് ഡബിൾ ക്രോഷ്യോ വെച്ച് നമ്മളൊരു മെഷ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതായത് മെഷ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ചതുരമായിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് മെഷ് സ്റ്റിച്ച്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നും അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം എന്നും നമുക്കിതിലൂടെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മെഷ് സ്റ്റിച്ച് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ഹെയർ ബാൻഡാണ്. കുട്ടികൾക്ക്, ചെറിയൊരു കൊച്ചിന് കേട്ടോ, വലുതല്ല, ചെറിയൊരു കൊച്ചിന് വേണ്ടിയുള്ള ഒരു മെഷ് ബാൻഡ് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 50 ചെയിൻ ഇട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴത്തെയും പോലെ ഇതിലും പറയുവാണ്, നമ്മൾ ചെയിൻ എത്രത്തോളം ഭംഗിയാവുന്നു, എത്രത്തോളം ഫിനിഷിംഗ് ആവുന്നു, അത്രത്തോളം നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചും നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യാണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വിശദമായിട്ടൊന്നും പറയണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ ഹാഫ് ഡബിൾ ക്രോഷ്യൊക്കെ 2 ചെയിനിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. ഈ മെഷ് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 ചെയിൻ സ്കിപ്പ് ചെയ്യും. 4 ചെയിൻ സ്കിപ്പ് ചെയ്യുന്നത് നമ്മൾ ചതുരം വരണ്ടേ, ആ ചതുരത്തിന് വേണ്ടിയിട്ട് 2 സ്റ്റിച്ചും 2 സ്റ്റിച്ച് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യേൻ്റെതുമായിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 4 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 5ാമത്തെ ചെയിനിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് +2 ചെയിൻ ചെയ്യാം. അതായത് ഡബിൾ ക്രോഷ്യേൻ്റെ ഒപ്പം 2 ചെയിൻ കൂടെ ചെയ്തിട്ട് അടിയിലെ ചെയിൻ 50 ചെയിൻ ഇട്ടിട്ടില്ലേ, അതിൽ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 2ാമത്തെ ചെയിനിൽ പോയിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്ത് കൊടുക്കാം. ഇത് തന്നെ നമുക്ക് ഈ അറ്റം വരെ തുടർന്നുകൊണ്ട് പോകാം. അപ്പോൾ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യോ +2 ചെയിൻ ചെയ്യാം. അത് കഴിഞ്ഞ് താഴത്തുനിന്ന് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 2ാമത്തെ ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. ഇത് തന്നെ നമുക്ക് വർക്ക് തീരുന്നത് വരെ 50 ചെയിൻ വരെ നമുക്ക് തന്നെ തുടർന്നുകൊണ്ട് പോകാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിക്കും ഫിനിഷിങ്ങിലും ചെയ്യണം കേട്ടോ. നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ പ്രൊഡക്റ്റും നല്ല ഭംഗിയായിട്ടിരിക്കും. ഇതുപോലെ നമുക്ക് ഹെയർ ബാൻഡ്സ് ഒക്കെ ഉണ്ടാക്കി സെല്ല് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. നല്ലൊരു ഐഡിയ ആണിത്. അപ്പോൾ ഇതുപോലെ 2 ചെയിൻ ഇടാം, +2 ചെയിൻ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, +2 ചെയിൻ ചെയ്യുക, താഴത്തുനിന്ന് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 2ാമത്തെ ചെയിനിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കാം, ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എണ്ണി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ കുറേ സ്റ്റിച്ച് മാർക്കേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. 1 രൂപയുള്ളൂ കേട്ടോ ഈ ഒരു സ്റ്റിച്ച് മാർക്കറിന്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചെയിൻ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലേക്ക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് മാർക്കേഴ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ വർക്ക് കുറച്ചുകൂടി ഈസി ആകും. ബിഗിനേഴ്സിനൊക്കെ എപ്പോഴും ഇതുപോലെ സ്റ്റിച്ച് മാർക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതാകുമ്പോൾ നമുക്ക് എണ്ണം തെറ്റില്ല. നമ്മൾ ക്രോഷ്യ എന്ന് പറയുന്നത് ഒരു മൈൻഡ് തെറാപ്പിയാണ്. നമ്മൾ വേറൊരു ചിന്തയിലേക്ക് ഒന്നും പോകാൻ പാടില്ല കേട്ടോ. നമ്മുടെ മൊത്തം ചിന്തയും ഈ ഒരു കാര്യത്തിൽ മാത്രം. എണ്ണം ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കേഴ്സിൽ ഇതുപോലെ നമ്മൾ ആ സ്റ്റിച്ച് മാർക്കറിൻ്റെ ഉള്ളിലേക്ക് പോകാം, അല്ലെങ്കിൽ സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ടാ ചെയ്യാട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വർക്ക് അറ്റം വരെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2-3 എണ്ണം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം സ്റ്റിച്ച് മാർക്കർ ഇട്ടതാണ് കേട്ടോ. അതാണ് മുഴുവനായിട്ട് ഞാൻ ഇടാണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലായിടത്തും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ചുറ്റാൻ മറന്നുപോയി, അതാണ് അഴിച്ചിട്ട് ഒന്നുകൂടെ ചെയ്ത് കിട്ടാം. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് തോന്നുവാണെങ്കിൽ എൻ്റെ കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ തിരുത്താൻ പറ്റുന്ന തെറ്റുകളാണെങ്കിൽ അതെനിക്കും തിരുത്താമല്ലോ. എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം എന്നല്ലേ പറയാറ്. ഞാനിപ്പോഴും ഓരോ സ്റ്റിച്ചും എവിടെ കണ്ടാലും പഠിക്കും കേട്ടോ. എവിടെ കണ്ടാലും എനിക്കറിയാത്തതാണെങ്കിൽ ഞാനതൊന്ന് ചെയ്തു നോക്കും. അതുപോലെ നിങ്ങൾക്കറിയാത്തത് എവിടെ കണ്ടാലും ചെയ്തു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന കാര്യം ഞാനൊരു മിസ്റ്റേക്കായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ മിസ്റ്റേക്കും പറയാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അറ്റം വരെ ചെയ്യേണ്ട. മാർക്കറൊക്കെ തീർന്നിട്ടോ. മാർക്കറൊന്നും ഞാൻ പിന്നെ യൂസ് ചെയ്തില്ല. ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തുകൊണ്ട് പോവാനായിട്ട് ചെയ്തത്. നമ്മൾ നോക്കി ചെയ്താൽ മതി. ഇതുപോലെ
ഒരു റോ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു റോ കൂടെ ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ സാധാരണ ഹാഫ് ഡബിൾ ക്രോഷ്യൊക്കെ നമ്മൾ 2 ചെയിനല്ലേ ഇടുന്നത്. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 4 ചെയിൻ നമ്മൾ 4 ചെയിൻ അവിടെ സ്കിപ്പ് ചെയ്തപ്പോൾ ഇവിടെ 4 ചെയിൻ ഇട്ടു. അത് ഞാൻ നേരത്തെയും പറഞ്ഞു, ഒന്നുകൂടെ പറയുവാണെങ്കിൽ 4 ചെയിൻ ഇടുന്നത് 2 ചെയിൻ നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യോ, 2 ചെയിൻ നമ്മുടെ സ്ക്വയർ വരണം. മെഷ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്, ആ സ്ക്വയർ വരാൻ വേണ്ടിയിട്ട് 2 സ്റ്റിച്ച്, അങ്ങനെ ടോട്ടൽ നമ്മൾ 4 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ 4 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ദേ വർക്ക് ടേൺ ചെയ്തിട്ടുണ്ട്. വർക്ക് ടേൺ ചെയ്തിട്ട് നേരത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യോ ചെയ്തില്ലേ, അതിൻ്റെ പൊക്കത്തായിട്ട് വേണം ഇനി ചെയ്യാനായിട്ട്. നേരെ അതിൻ്റെ പൊക്കത്ത് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ഇനി എണ്ണവും കാര്യങ്ങളും ഒന്നും നോക്കേണ്ടി വരില്ല. കാരണം തുടക്കത്തിൽ നമ്മൾ എണ്ണി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത വർക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇനി ഒരു കൺഫ്യൂഷനും വരില്ല കേട്ടോ. ഇതുപോലെ നേരത്തെ ചെയ്ത വർക്കിൻ്റെ പൊക്കത്തേക്ക് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ചെയ്യാം. നമുക്ക് എത്ര റോ വേണോ അത്രയും റോ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഹെയർ ബാൻഡ് ആയതുകൊണ്ടിട്ട് ഒരു 3 റോ മാത്രം ചെയ്യണുള്ളൂ. നിങ്ങൾക്കിതൊരു ബാഗോ അല്ലെങ്കിൽ ഒരു സ്വെറ്ററോ അങ്ങനെ എന്തെങ്കിലും പണിയണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കാം. ബാഗ് നിങ്ങൾക്ക് എത്ര ആൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മെഷർമെൻറ്റ് എടുക്കാം, അതിനനുസരിച്ച് ചെയിൻ ഇടാം. അതുപോലെ സ്വെറ്റർ പണിയുന്നുണ്ടെങ്കിലും അതിനും വേണ്ടിയിട്ട് നമ്മൾ മെഷർമെൻറ്റ് കാണണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ബാഗ് ഉണ്ടാക്കുന്നതും സ്വെറ്റർ പണിയുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് അറ്റം വരെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 3 ലെയർ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വീതിയുണ്ട്. ചെറിയൊരു കൊച്ചിനല്ലേ, അതുകൊണ്ടിട്ട് തന്നെ അത്രയും ഇതുണ്ട്. ഇതിനി നമുക്കിതിനൊരു ഫിനിഷിങ് വരുത്തണം. ഫിനിഷിങ് വരുത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഡിക്രീസ് സ്റ്റിച്ചാണ്. ഡിക്രീസ് സ്റ്റിച്ചിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടില്ല, പക്ഷേ അത് സുഖമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൊണ്ടുവരിക, 2 സ്റ്റിച്ചിന് ഒന്നാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തൊട്ടപ്പുറത്തെ ചെയിനിലേക്ക് ഞാനൊരു ഡബിൾ ക്രോഷ്യോ ഹാഫ് ഡബിൾ ക്രോഷ്യോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സൂചിയിൽ 3 ലൂപ്പായി. നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പിൽ ആദ്യത്തെ 2 ലൂപ്പ് പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ ബാക്കി 2 ലൂപ്പിൽ അതിനവിടെ നിർത്തിയിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യോ കൂടെ ചെയ്യാം തൊട്ടപ്പുറത്തെ ചെയിനിൽ. അപ്പോൾ 4 ലൂപ്പായി. അതിൽ ആദ്യത്തെ 2 ലൂപ്പ് പുറത്തേക്ക് എടുത്താൽ ബാലൻസ് 3 ലൂപ്പ്. ആ 3 ലൂപ്പും കൂടി ഒരുമിച്ച് പുറത്തേക്ക് എടുക്കണം. ഇപ്പോൾ 2 ചെയിൻ നമുക്ക് ഒന്നാക്കി മാറ്റാൻ പറ്റി. അതാണ് ഡിക്രീസ് സ്റ്റിച്ച് കേട്ടോ. ഇനി ഈ സെയിം സാധനം തന്നെ നമുക്കിവിടെ അടുത്തതും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതൊരു 6ഓളം ചെയിൻ ഉണ്ട്. കാരണം നമ്മൾ 2 ചെയിൻ വെച്ച് ചെയ്തിട്ടില്ലേ, അതുകൊണ്ടിട്ട് തന്നെ 6 ചെയിൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാനൊരു 3 ഡിക്രീസ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിന് ആ 3നെയും കൂടി ഞാൻ ഒന്നാക്കി മാറ്റും. അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ചുറ്റുക, പിന്നെ 2 ലൂപ്പ് നിർത്തിക്കൊണ്ട് ഒന്നുകൂടെ ചുറ്റി അടുത്ത ചെയിനിലേക്ക് പോവുക. ആ സെയിം ചെയിനിലല്ല അടുത്ത വശത്തേക്ക് പോയിട്ട് ചെയ്യുക. അതേ ഇപ്പോൾ ബാക്കി 3 ലൂപ്പായി, അതുകൂടെ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ 2 ഡിക്രീസ് സ്റ്റിച്ചായി. അപ്പോൾ ഡിക്രീസ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് 5ന് 3 ആക്കാം, 3ന് 1 ആക്കാം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡിക്രീസ് സ്റ്റിച്ച് കേട്ടോ. എൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മങ്ങി പോകുന്നത്. ഇത് എന്താണ് കംപ്ലയിൻ്റ് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എനിക്ക്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേ ഞാനിവിടെ 3 ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ചെയിൻ ഇട്ടിട്ട് വർക്ക് ടേൺ ചെയ്യാം. ടേൺ ചെയ്തിട്ട് ഈ 3നെ നമുക്ക് ഒന്നാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷ് ആവും. പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയിൻ ഇട്ട് കൊടുത്ത് കെട്ടാൻ വേണ്ടിയിട്ട് ബാക്കിൽ കൊണ്ടുപോയിട്ട് ഹെഡ് ബാൻഡ് കെട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു 30 ചെയിനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതേ ഒരു ഡിക്രീസ് സ്റ്റിച്ചും കൂടെ ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷ് ആവും. അതായത് ഒരു ത്രികോണം പോലത്തെ ഒരു ആകൃതി വരും ആ ഭാഗത്ത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇതേ ലാസ്റ്റ് ഒരു ഡിക്രീസ് സ്റ്റിച്ചും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയിൻ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നീട് നമുക്കൊരു 30 ചെയിൻ കൂടി നമുക്കിവിടെ ചെയ്ത് കൊടുക്കാം. കണ്ട, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇനി നമുക്കൊരു 30 ചെയിൻ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെയിൻ നല്ല ഭംഗിക്കും ഫിനിഷിങ്ങിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സൂചി എത്രത്തോളം ലൂസാക്കുന്നോ അത്രത്തോളം ലൂസായിട്ട് വരും. കുറേയൊന്നും ലൂസാക്കേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ളത്. ഇത് 30 ചെയിൻ ഇട്ട് കൊടുത്തിട്ട് ആ 30 ചെയിൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ ഒരു 3 ഹാഫ് ഡബിൾ ക്രോഷ്യോ ഒരു ചെയിനിൽ ചെയ്ത് കൊടുക്കും. അതായത് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ 3 ഹാഫ് ഡബിൾ ക്രോഷ്യോ വെച്ച് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതേ ഇതുപോലെ ഒരു 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് അവിടെ ചെറിയൊരു ബോൾ പോലെ അല്ലെങ്കിൽ ഒന്ന് ചെറിയൊരു പരന്ന പ്രതലം പോലെ വരും. കാരണം അറ്റത്ത് ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഇതൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ തൊട്ടപ്പുറത്തെ ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്ത് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ബാക്കി വരുന്ന ഈ എക്സസ് ആയിട്ടുള്ള നൂലിൽ അവിടെ ഒന്ന് കെട്ടി നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചുറ്റി ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ ഈ വാലിൻ്റെ കറ്റം പോലെ അവിടെ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ടില്ലേ. പിന്നെ അപ്പം നമുക്കവിടെ കെട്ടാനുള്ള ഒരായി പൂവ് പോലെ അവിടെ ചെറിയൊരു പൂവ് പോലെ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഇതേ അവിടെ ഞാൻ ആ നൂലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് അപ്പുറത്തെ വശത്തും കൂടെ ചെയ്യാട്ടെ. അപ്പോൾ അപ്പുറത്തെ വശത്ത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ നൂല് എക്സ്ട്രാ കയറ്റി കൊടുക്കണതാണ്. ഇവിടെ നമ്മൾ ഉള്ള നൂല് തന്നെ ഫിനിഷ് ചെയ്ത് പോയാണ്. അപ്പോൾ ഇതുപോലെ എക്സസ് ആയിട്ട് കാണുന്ന നൂലൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ, അല്ലെങ്കിൽ അഴിഞ്ഞു പോകും. നമ്മൾ ഇത്രയും ചെയ്ത വർക്കൊക്കെ വേസ്റ്റായി പോകും. പിന്നെ അടുത്ത വശത്ത് നമുക്ക് ഇതുപോലെ ഡിക്രീസ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 ചെയിൻ 4 ചെയിൻ ഇടൂലേ, അതിലെ മൂന്നാമത്തെ ചെയിനിലേക്ക് പോയിട്ടാണ് ഞാനിപ്പോൾ നൂല് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ മൂന്നാമത്തെ ചെയിനിലേക്ക് വരാം. മൂന്നാമത്തെ ചെയിനിലേക്ക് വന്നിട്ട് സൂചി ഹുക്ക് ഇട്ട് കൊടുക്കുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നൂല് ഇതുപോലെ വലിച്ചു കൊടുക്കാട്ട്. എന്നിട്ട് 2 ചെയിൻ ഇട്ട് കൊടുക്കാം. 2 ചെയിൻ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അറ്റം എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ആ നൂലില്ലേ നമ്മൾ ഈ വർക്കിൻ്റെ ഒപ്പം കൂട്ടി വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മളിനി ചെയ്യാൻ പോകുന്ന ഡിക്രീസ് സ്റ്റിച്ചിൻ്റെ ഒപ്പം ഈ വരുന്ന ചെറിയ നൂലില്ലേ അത് നമുക്കിതുപോലെ ആ ചെയിനിനോട് ചേർത്ത് വെച്ചിട്ട് ഇടയിലേക്ക് കയറ്റി കൊടുക്കാം. അപ്പോൾ അവിടെ നല്ല ഫിനിഷിംഗ് ആയിട്ട് അത് അവിടെ ഇരുന്നോളും. പിന്നീട് ആ നൂല് കൊണ്ട് നമുക്കൊരു ഉപദ്രവവും ഇല്ല. കാരണം നമ്മൾ വർക്ക് അഴിഞ്ഞു പോവില്ല. നമ്മൾ എത്ര നാൾ യൂസ് ചെയ്താലും ഒരു കേടും കൂടാതെ നമ്മുടെ ഈ ബോ കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ എപ്പോഴും നൂല് ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സെയിം നൂലായാലും ചിലത് കെട്ടിട്ട് കൊടുക്കാം, പകുതി വെച്ച് ചേർക്കണമെങ്കിൽ. ഇത് നമ്മൾ പകുതി വെച്ചല്ല ചേർത്തത്, തുടക്കത്തിലായതുകൊണ്ട് കേട്ടോ. അതുപോലെ ഡിക്രീസ് സ്റ്റിച്ച് ചെയ്ത് 50 ചെയിൻ ഇട്ട് ഏറ്റവും ലാസ്റ്റ് ഞാനൊരു 4 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് പിന്നീട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും ചെയ്ത് വർക്ക് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നല്ല ഭംഗിയുള്ളൊരു ഹെഡ് ബോയ് ആണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഹെഡ് ബോയ് അല്ല, ഹെയർ ബാൻഡ് കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കിയതാണ്. ചെറിയൊരു കുട്ടി, ഒരു 6 മാസമൊക്കെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് എന്തായാലും ഇത് പറ്റും. ഒരു 50 ചെയിനിലാണ് ഞാനിവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതേ 2 വശവും കെട്ടി നല്ല ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും മനസ്സിലായെങ്കിൽ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസായിട്ട് വരാമെന്ന് പറയുന്നു. അപ്പോൾ ഇതുപോലെ നൂലെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നൂല് ഇതുപോലെ നമുക്ക് ഉള്ളിലേക്കാക്കി ഫിനിഷ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അതാവുമ്പോൾ നൂല് വേസ്റ്റായും പോവില്ല. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.